ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ബ്രെഡ് ചിക്കൻ പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ചിക്കനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കന് പകരം ബീഫോ പനീറോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടതൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനായി 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. എല്ലാനും ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഇതിലെ ബോൺസ് ഉള്ളതൊക്കെ മാറ്റി ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള അരിഞ്ഞെടുത്തത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വഴറ്റി വരുമ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വഴറ്റി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ചിക്കനും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 6 എണ്ണത്തോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് പരത്തി കിട്ടാൻ ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുത്ത ശേഷം പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് കൂടി പോവണ്ട. ഇനി ഫില്ലിങ് ഒന്ന് ഒതുക്കി വെച്ച ശേഷം ബ്രെഡിൻ്റെ 4 സൈഡിലായിട്ട് വെള്ളം കൊണ്ട് ഒന്ന് നനച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു മൈദ മിക്സ് ഉണ്ടാക്കി അതൊന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ട ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓരോന്നും ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കളർ മാറി വരും. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിനി കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ബ്രെഡ് ചിക്കൻ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താർ സ്പെഷ്യലായിട്ടും വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പവും കഴിക്കാവുന്ന നല്ലൊരു സ്നാക്കാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സെർവ് ചെയ്യുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.